ഹലോ, ഇന്ന് ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഡെക്കോപേജ് വെച്ചിട്ടാണ് ഈ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ബോട്ടിലിൽ നമ്മൾ ആദ്യം കൊടുക്കുന്നത് വൈറ്റ് കളർ പെയിൻ്റാണ്. ഗ്രില്ലിലൊക്കെ അടിക്കുന്ന പെയിൻ്റാണ് എൻ്റെ കയ്യിലുണ്ടാകുന്നത്, അതുകൊണ്ട് ഞാൻ അതാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ യെല്ലോ കളർ പെയിൻറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ യെല്ലോ കളർ പെയിൻറ്റ് നന്നായി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അത് ചെറുതായിട്ടൊന്ന് ഉണങ്ങി വരുമ്പോൾ തന്നെ നമുക്കതിലേക്ക് ഗ്രീൻ കളറ് പെയിൻറ്റ് ഈ ബ്രഷ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ യെല്ലോ കളറിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗ്രീൻ കളറ് ബ്രഷ് കൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു. പക്ഷേ എനിക്കതൊരു വൃത്തി തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ സ്പഞ്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് അപ്പോൾ ഇതാണ് ലുക്ക് വന്നിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഡെക്കോപേജ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഡെക്കോപേജ് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കാമെന്നറിയില്ല, കത്രിക ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഒരു പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വെറ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് അതിൻ്റെ മുകളിൽ കൂടെ ഒന്നിങ്ങനെ ചെയ്ത് കുറച്ച് കൊടുത്താൽ മതി. നമുക്ക് കൈ കൊണ്ട് തന്നെ അത് പിന്നി എടുക്കാവുന്നതാണ്. ഇനി ഡെക്കോപേജ് ഉപയോഗിക്കുന്നവർക്കെല്ലാം അറിയായിരിക്കും, ഇതേപോലെ 2 ലെയറായിട്ടാണ് അത് വരിക. അപ്പോൾ നമ്മൾ ആ ബാക്കിലത്തെ ആ വൈറ്റ് കളർ ലെയർ നമ്മൾ കളയും. പിന്നെ ഈ തിൻ ലെയറാണ് നമ്മൾ ബോട്ടിലിൽ പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ബോട്ടിലിൽ പെയിൻറ്റ് ചെറുതായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് നന്നായിട്ട് ടിഷ്യൂ പേപ്പർ നന്നായിട്ട് അതിൽ ഒട്ടി. ഇനി നമുക്ക് ആ പേപ്പറിൻ്റെ ആ ഒരു മാറ്റ് ഫിനിഷ് പോയി നല്ലൊരു ഷൈനിങ് കൂടെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൂവും വാട്ടറും കൂടി ചേർത്തിട്ട് അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലുള്ള ആ ടർക്കീൻ്റെ പിക്ചറും കൂടെ നമ്മൾ ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ടർക്കിയുടെ ബാക്ക് വശം അത് കട്ട് ചെയ്ത പോലെ തോന്നുകയാണ്, അതുകൊണ്ട് നമുക്ക് ലേശം റെഡ് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ നെക്സ്റ്റ് വേറെ നല്ലൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബൈ.